റീസെന്റിലേക്ക് സെൻസർ ബോർഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നുണ്ട്. മാം ഒരു ഫിലിം മേക്കർ കൂടെയാണ്. അപ്പോൾ മാം തന്നെ പാട്ടായിട്ടുള്ള ജനനായകൻ ഒരുപാട് സെൻസർ ബോർഡിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും എന്താ മാമിൻ്റെ ഒരു സ്റ്റാൻഡ് അതിനകത്ത്? കാരണം മാം നാളെ സിനിമ എടുക്കുമ്പോഴും അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും വിത്ത് റെസ്പെക്ട് ടു സെൻസർ ബോർഡ് സിനിമ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി ശരിക്കും ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വേണം എന്നൊരു ഭാഗം, വേറൊന്ന് റെസ്പോൺസിബിൾ ഫിലിം മേക്കിംഗ്. സോ ഈ രണ്ടിലും തോന്നുമ്പോൾ ഐ ഫീൽ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് കറക്റ്റ് ഫോർ അസ് ആൻഡ് അത് വെച്ചിട്ട് ഒരു സിനിമ എടുക്കാം. ഞാനാണെങ്കിൽ അങ്ങനെയാണ് എടുക്കുക. പക്ഷെ ചിലപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ കേട്ടോ, എനിക്ക് തോന്നുന്നത് ചില വയലൻസും ചില കാര്യങ്ങളും ഈ കുറച്ച് ഓവർ ബോർഡായിട്ട് നമ്മൾ പോകുന്നുണ്ട് സിനിമയിൽ. ദാറ്റ് ഡസൻറ്റ് മീൻ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ല എന്നല്ല. റിയൽ ലൈഫിൽ ഇരിക്കുന്ന വയലൻസും കാര്യങ്ങളും കുറേയും കൂടി മോശമാണ്. ബട്ട് സംഹൗ ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ ഹീറോസ് ദറ്റ് ഐ ലൈക്ക് ഡൂയിങ് സർട്ടൻ തിങ്സ്. അവിടെ ഇൻഡിവിജ്വലി ഐ ഫീൽ we have to, it's a give and take between censor board and filmmakers. ജനനായകന്റെ ഇഷ്യൂല് മാമിന് ആക്ച്വലി എന്തെങ്കിലും കോണ്ടാക്ട് അങ്ങനെ ചെയ്തിരുന്നു പ്രൊഡക്ഷൻ ആയിട്ട്? ഇല്ല. എനിക്ക് ഞാൻ ആ പടം മുഴുവനും കണ്ടിട്ടില്ല. ഞാൻ അതിൽ 2 സീനേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല. ഈ ജനനായകൻ ഇറങ്ങുന്നതോടുകൂടി തന്നെ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം ഇറങ്ങണതിൽ ഭയങ്കര വിമർശനം വരുന്നുണ്ട്. അതിനെന്താ ആരും തടയുന്നില്ല, ജനനായകൻ മാത്രം റിലീസ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നു എന്ന രീതിയിൽ പ്രേക്ഷകരുടെ പ്രതികരണം അതിനെ മാം കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്താ മാം പറയാം? ഞാനത് കണ്ടിട്ടില്ല, ജനനായകൻ കണ്ടിട്ടില്ല. എന്താണ് അതിനുള്ള യുനോ സെൻസർ ബോർഡിനുള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല ശരിക്കും. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇതൊരു യുനോ this is between the filmmakers, the producers, censor board and a bit of politics. So എല്ലാം കൂടി ചേരുമ്പോൾ എനിക്കത് ഫുള്ളായിട്ട് അറിയാണ്ട് പറയാൻ പ്രശ്നമാണ്, പറ്റില്ല. ജഡ്ജാണ്. അപ്പോൾ ഇതിൽ എവിഡൻസിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരു ജഡ്ജിനെ സ്ത്രീ കൂടിയാണ്, ഇതിൽ റേപ്പ് സീനാണ് തോന്നിയത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ സംഭവിക്കുകയാണ്. സ്ത്രീയായിരുന്ന ഒരു ജഡ്ജിക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് എന്താ മാഡത്തിന് പറയാനുള്ളത്? നല്ല ചോദ്യമാണ്, താങ്ക് യു. ബിക്കോസ് അത് ഞാൻ ആദ്യമായിട്ടാണ് ജഡ്ജായിട്ട് അഭിനയിക്കുന്നത്. സോ ഒരു 4 ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതേ ചെയറിലാണ് ഞാൻ ഇരുന്നത്. ആ ജഡ്ജ് അവിടെ നിന്ന് പുറത്തുള്ള സീൻസ് ഒന്നുമില്ല, ബിക്കോസ് കോർട്ട് റൂം ആണല്ലോ. സോ ആ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഷോട്ട്സ് ഇല്ലാത്തപ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ചു. യുനോ ഇറ്റ് ഈസ് വെരി ടഫ്. ഞങ്ങളുടെ സീൻസൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ടഫ് തിങ്. ബിക്കോസ് പ്രോസിക്യൂഷൻ ഒന്ന് പറയുന്നു, ഡിഫെൻസ് ഒന്ന് പറയുന്നു. ജഡ്ജിന് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ യു ഹാവ് ടു ഹാവ് എവിഡൻസ് ആൻഡ് പ്രൂഫ് ഉണ്ടായാലേ നമുക്ക് അതിന് കേസ്. പക്ഷെ പലപ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല മറ്റേ പല ജഡ്ജ്മെൻറ്റ്സും കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആ ജഡ്ജിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരുപാട് പഠിച്ചിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടും ചെയ്ത കാര്യങ്ങളാണ്. സോ ഐ തിങ്ക് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നത് ഇസ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് സ്ത്രീ പുരുഷനല്ല, എന്നെ സംബന്ധിച്ചോളം ജഡ്ജ് ഇസ് എ ജഡ്ജ്. അതിൽ ജെൻഡർ അത്രയ്ക്കും വേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില കോസസിൽ ചില വിറ്റ്നസ്സസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഇമോഷണൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്.